ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായല്ലേ സ്റ്റിച്ചിങ് ക്ലാസ്സുമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കൂട്ടുകാർ കുറേ പേര് എന്നോട് മെസ്സേജ് ചോദിച്ചു, എന്ത് പറ്റി ക്ലാസ് നിർത്തിയതാണോ, സുഖമില്ലാത്തതാണോ എന്നൊക്കെ ചോദിച്ചു. സുഖമില്ലായ്ക കൊണ്ടൊന്നുമല്ല, നമുക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളൊന്നും ഇടാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി സാരി ബ്ലൗസിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ പരസ്യങ്ങൾ മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ വീഡിയോസും ഒന്നും തന്നെ ഇടുന്നില്ല. അപ്പം നമ്മൾ സാരി ബ്ലൗസിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ചുരിദാറിൻ്റെ മറ്റ് ഡ്രസ്സുകളുടെ ഒന്നും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ നമ്മൾ അതും സ്റ്റാർട്ട് ചെയ്യുന്നതിന് താല്പര്യമുള്ള കൂട്ടുകാർക്ക്, സാരി ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പരസ്യം ഇട്ട സമയത്തൊക്കെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് ഫീസ് ഉണ്ടോ, ഫീസ് വാങ്ങിയിട്ടാണോ ചെയ്യുന്നത്, എത്ര രൂപയാണ് ഫീസ്, എങ്ങനെയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻറ്റുകൾ പരസ്യത്തിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളിത് ഫീസ് വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിതിനകത്തുനിന്നൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്, ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ, ഫീസ് എത്രയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണോ യൂട്യൂബിൽ കൂടെയുള്ള സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും അല്ല. ഞാൻ നേരത്തെയും പല പ്രാവശ്യം ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് അടുത്ത വീഡിയോ ചെയ്യുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ചിങ് ക്ലാസ് ഞാൻ നിർത്തുന്ന സമയത്ത് എന്തായാലും കൂട്ടുകാരോട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് ക്ലാസ് നിർത്തിയതൊന്നുമല്ല, സമയമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ആഴ്ചയിൽ ഒരു വീഡിയോസെങ്കിലും വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ഇപ്പോൾ തന്നെ ആണെങ്കിലും 1 മാസം കഴിഞ്ഞു, നമ്മൾ വീഡിയോകളൊന്നും തന്നെ ചെയ്യുന്നില്ല. സ്റ്റിച്ചിങ് ക്ലാസ്സും ഇല്ല, വേറെ വീഡിയോകളൊന്നുമില്ല. ഇപ്പോൾ ഒരു പരസ്യങ്ങൾ മാത്രമേ കുറച്ച് ദിവസമായിട്ട് ഇട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1.5 മീറ്റർ തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് തുണി ഒന്ന് 4ആയിട്ട് മടക്കിയിടാം. ഓക്കെ, അപ്പം നമ്മൾ തുണിയുടെ വീതിക്കനുസരിച്ചിട്ട് 2ആയിട്ടൊന്ന് മടക്കിയിട്ട്, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഓപ്പൺ വരുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലേക്ക് 2ആയിട്ടൊന്ന് മടക്കിയിട്ട്, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മടക്കണം. 4ആയിട്ടാണ് നമുക്ക് മടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു തുമ്പേന്ന് ഇങ്ങോട്ട് തന്നെ മടക്കുക. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ തന്നെ മടക്കുക. തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ട് തന്നെ ഇതാ ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടു. കണ്ടോ, അപ്പം നമ്മൾ 4ആയിട്ട് തുണി മടക്കിയിട്ട്, തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ടാണ് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒന്ന് സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ലെന്താണ്. അപ്പോൾ ലെന്ത് വന്നിട്ട് നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. 8 ഇഞ്ചിൻ്റെ കൂടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേരുമ്പോൾ എത്ര ഇഞ്ചായി? 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേരുമ്പോൾ നമുക്ക് 9.25 ഇഞ്ച് നമുക്കിവിടെ ലെന്ത് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 9.25 മാർക്ക് ചെയ്യാം. ഈ സെയിം അളവ് തന്നെ ഇവിടേക്ക് മാർക്ക് ചെയ്യാം, 9.25. ഓക്കെ, അപ്പോൾ നമുക്കിതും കൂടെ ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാം. കണ്ടില്ലേ, അപ്പം നമ്മളിത് ഇത്രയും വരച്ച് ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇതിന് കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെന്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇതിന് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്, ഈ മുകൾ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. ഇലാസ്റ്റിക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 ഇഞ്ചാണ് ഇവിടെ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ചാണ്. 1 ഇഞ്ചിൻ്റെ മടക്കും 1/2 ഇഞ്ച് തയ്യൽ തുമ്പുമായിട്ട് ഞാൻ 1.5 ഇഞ്ചാണ് ഇവിടെ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ താഴ് സൈഡിൽ 1/4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 8 ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെന്ത് കിട്ടേണ്ടത്. 1.25 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ
നിങ്ങളിപ്പോൾ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇലാസ്റ്റിക് വെക്കാനുള്ള തയ്യൽ തുമ്പ് എടുക്കുക. 1.25 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കുക. 2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കണം. കാരണം എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക് എത്ര ഇഞ്ചാണോ ആ ഇലാസ്റ്റിക് അതിനനുസരിച്ചിട്ട് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയെടുക്കണം കേട്ടോ. ഇവിടെ ഒരു 2 ഇഞ്ച് വീതിയൊക്കെ വരുന്നതാണ് കൂടുതൽ കാണാൻ നല്ല ഭംഗി. 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കിലൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് എപ്പോഴും കാണാനും ഭംഗി. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പം 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തതും തയ്യൽ തുമ്പ് കുറച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ 2 ഇഞ്ചിൻ്റെയൊക്കെ ഇലാസ്റ്റിക്കാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഇവിടെ തയ്യൽ തുമ്പ് എടുക്കണം. ഓക്കെ. അപ്പം അതുപോലെ ഇതിനിടയ്ക്ക് വരുന്ന ഇപ്പം ഞാൻ 8 ഇഞ്ച് എന്ന ലെന്ത് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇതിന് ഫുൾ ലെന്ത് വേണ്ടത് 17 ഇഞ്ചാണ്. 17ൽ നിന്ന് 8 ഇഞ്ചാണ് നമ്മൾ ഇത്രയും ഒരു ഭാഗത്തിനേക്ക് എടുക്കുന്നത്. ബാക്കി നമ്മൾ ബാക്കിയായിട്ട് എടുക്കും. ഓക്കെ. അപ്പോൾ ഈ 17 ഇഞ്ച് ഫുൾ ലെന്ത് എന്ന് പറയുമ്പോൾ എത്ര ഇഞ്ചാണോ നമുക്ക് ഇപ്പം അവരവരുടെ കുട്ടികളുടെ സൈസിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി മുതിർന്ന കുട്ടികൾക്ക് വേണ്ട കൊച്ചു കുട്ടികളാണേലോ അല്ലെങ്കിൽ ഇച്ചിരി മുതിർന്ന കുട്ടികളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നീളം കൂടുതൽ വേണം അല്ലെങ്കിൽ അത്രയും നീളം വേണ്ട കുറച്ചും കൂടെ നീളം കുറച്ചിട്ട് മതി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന് നീളം കൂട്ടുന്നതിനനുസരിച്ച് എത്ര കൂടുതൽ വേണം എത്ര കുറച്ച് വേണം എന്നൊക്കെ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലെന്താണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. 1.25 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. നമുക്ക് തയ്ച്ച് കഴിയുമ്പം 8 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്തിന് ഈ ഒരു ബെൽറ്റ് ഭാഗത്തിന് നമുക്ക് കിട്ടേണ്ട നീളം. ഓക്കെ. അടുത്ത് നമുക്കിതിന് വണ്ണം എത്ര വേണമെന്ന് നോക്കാം. അപ്പം വണ്ണം ഇപ്പം മൊത്തത്തിൽ വേണ്ടത് 21 ഇഞ്ചാണ്. അപ്പം 21 ഇഞ്ചാണ് നമ്മുടെ കറക്റ്റ് ഹിപ്പിൻ്റെ റൗണ്ട്. അപ്പം 21 ഇഞ്ചിന് കറക്റ്റ് ഹിപ്പ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ പിടിച്ചിരിക്കുന്ന റൗണ്ടാണ് കറക്റ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിനെ ലൂസ് ഇല്ലാതെ ഇങ്ങനെ പിടിച്ചേക്കാണ് എന്ന് കരുതി ഇതിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുമില്ല. കറക്റ്റ് നമ്മുടെ ഇവിടുത്തെ റൗണ്ട് എത്രയാണോ ആ റൗണ്ടിനനുസരിച്ചിട്ടാണ് ഹിപ്പ് റൗണ്ട് പിടിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ലൂസ് ചെയ്തിട്ടൊന്നും അല്ല പിടിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് ഇതുപോലെ ഹിപ്പ് റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിപ്പ് റൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത്. ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയേക്കുന്നത് 21 ഇഞ്ചാണ് കറക്റ്റ് ഹിപ്പ് റൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 21 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 5 ഇഞ്ചും കൂടെ കൂടുതലെടുക്കണം. ലൂസ് 5 ഇഞ്ചും കൂടെ എടുക്കണം. മനസ്സിലായോ? 21ൻ്റെ കൂടെ 5 ഇഞ്ചും കൂടെ ലൂസ് എടുക്കുക. ഇനി ഇതിപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ടാണ് കേട്ടോ. ഹിപ്പ് റൗണ്ടാണ് ഈ 21 വന്നിരിക്കുന്നത്. ഈ 21ന് പകരം നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവിലേക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും ഞാനിപ്പോൾ കാണിക്കുന്ന ഒരളവിൽ നിങ്ങൾ ഒരെണ്ണം ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടികളുടെ അളവിലേക്കോ അല്ലെങ്കിൽ ആരുടെയിലേക്കോ അളവിലേക്ക് നിങ്ങൾക്ക് വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എത്രയാണോ ഹിപ്പിൻ്റെ റൗണ്ട് ആ ഹിപ്പിൻ്റെ റൗണ്ടിൻ്റെ കൂടെ 5 ഇഞ്ചും കൂടെ കൂടുതലെടുക്കുക. ഇപ്പോൾ ഇവിടെ 21ന് പകരം ഇവിടെ 20 ആണെങ്കിൽ 20ൻ്റെ കൂടെ 5 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കുക. അല്ല ഇനിയിപ്പോൾ 30 ആണെന്നുണ്ടെങ്കിൽ 30ൻ്റെ കൂടെ 5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. 11 ആണെങ്കിൽ 11ൻ്റെ കൂടെ 5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. അല്ല 24 ആണെന്നുണ്ടെങ്കിൽ 24ൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടി. എത്രയാണോ നിങ്ങളുടെ ഹിപ്പിൻ്റെ റൗണ്ട് ആ ഹിപ്പിൻ്റെ റൗണ്ടിൻ്റെ കൂടെ 5 ഇഞ്ചും കൂടെ ലൂസ് കൂടുതൽ എടുക്കുക. ഓക്കെ. അപ്പം 21ൻ്റെ കൂടെ 5 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്ക് 26 ഇഞ്ച് കിട്ടി. മനസ്സിലായോ? അപ്പോൾ 26 ഇഞ്ച് നമ്മൾ 21ൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 26 ഇഞ്ച് കിട്ടി. ഇനി ഈ 26 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം? 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 26 ഇഞ്ചിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 6.5 ഇഞ്ച് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 6.5 ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം ഈ 21നെ കൊണ്ടുവന്ന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ 21ന് എത്ര ആണോ ഇപ്പോൾ കിട്ടുന്നത്, ഇപ്പോൾ 6.5 ഇഞ്ച് ഇവിടെ കിട്ടി. ഈ 6.5യുടെ കൂടെ 5 ഇഞ്ചും കൂടെ കൂട്ടി എടുക്കരുത്. അല്ലെങ്കിൽ ഈ 21നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടിയെടുക്കരുത്. നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ കറക്റ്റ് വണ്ണം എത്രയാണോ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ലൂസ് കൂട്ടിയെടുക്കരുത്. അപ്പോൾ ഒരുപാട് ലൂസായപ്പോൾ നമുക്കത് കറക്റ്റ് ആവത്തില്ല. എപ്പോഴും നമ്മൾ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ 5 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കുക. ലൂസ് 5 ഇഞ്ചും കൂടെ കൂടുതലെടുക്കുക. ഇതിനകത്ത് നമ്മളിപ്പോൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടില്ല, ലൂസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഹിപ്പ് റൗണ്ടിന് നമുക്ക് 5 ഇഞ്ചാണ് ലൂസ് വേണ്ടത്. അപ്പോൾ 5 ഇഞ്ചാണ് ലൂസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൂസ് മാത്രമേ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. എത്രയാണോ നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് അതിൻ്റെ കൂടെ 5 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം നമുക്കിനി ഇവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ കറക്റ്റായിട്ട് 6.5 ഇഞ്ച് നമ്മളിവിടെ
മാർക്ക് ചെയ്ത്. ഈ സെയിം 6.5 ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ ലെന്ത് മാർക്ക് ചെയ്തേക്കുന്നിടത്തും മാർക്ക് ചെയ്യുന്നത്. ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ കറക്റ്റ് 6.5 ഇഞ്ച് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിതിനെ തമ്മിലൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈന് വരച്ചെടുത്തു. അപ്പോൾ നമ്മളിതിനകത്ത് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗത്ത് തയ്യൽ തുമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ താഴ് സൈഡിൽ ഇവിടുത്തെ ഒരു സ്റ്റിച്ചിങ്ങിനുള്ള 1/4 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ണത്തിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് അവിടെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുക്കാം. കണ്ടില്ലേ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ അതും നമ്മളിങ്ങനെ തയ്യൽ തുമ്പും കൂടെ ഒന്ന് വരച്ചു. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ സ്ട്രൈറ്റ് ലൈൻ ഇവിടെ ഒക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ കിടക്കും, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ അനുസരിച്ചിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇത്രയും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ തയ്യൽ തുമ്പിനനുസരിച്ചിട്ട് നമുക്കിവിടെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. 2 പീസായിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണ്, ഇത് നമ്മൾ ബെൽറ്റാണ് ആദ്യം കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെ എടുത്തതെന്ന് മനസ്സിലായല്ലോ. ഹിപ്പിൻ്റെ റൗണ്ട് 21 ഇഞ്ചായിരുന്നു. 21 ഇഞ്ചിൻ്റെ കൂടെ 5 ഇഞ്ച് ലൂസും കൂടെ ചേർത്തപ്പോൾ 26 ഇഞ്ചായി. 26നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 6.5 ഇഞ്ച് കിട്ടി. അപ്പോൾ ആ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടു. നേരത്തെ മടക്കിയതുപോലെ തന്നെ തുണിയുടെ വീതിക്കനുസരിച്ച് 2ആയിട്ടും തുണിയുടെ നീളത്തിനനുസരിച്ച് 2ആയിട്ടും, അപ്പം മൊത്തം 4ആയിട്ട് മടക്കിയിട്ടു. മടക്ക് വരുന്ന ഭാഗം ഞാൻ നിൽക്കുന്ന സൈഡിലേക്കും ഓപ്പൺ വരുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കും വരുന്ന രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പം ഫുൾ ലെന്ത് നമുക്ക് വേണ്ടത് 17 ഇഞ്ച്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ടിന് എടുക്കുന്ന ഫുൾ ലെന്ത് 17 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് 17 ഇഞ്ച് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ 17 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ചിൽ നിന്ന് 8 ഇഞ്ച് നമുക്കിപ്പം ബെൽറ്റിന് ലെന്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ് നമ്മൾ ഇതിനെ എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് കൂട്ടാതെ നമ്മുടെ ബെൽറ്റിൻ്റെ കറക്റ്റ് ലെന്ത് വന്നിട്ട് 8 ഇഞ്ച്. അപ്പോൾ 8 ഇഞ്ച് നമ്മൾ ബെൽറ്റിന് ലെന്ത് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എത്ര, 17ൽ നിന്ന് 8 പോയാൽ ബാക്കി എത്ര, 9 ഇഞ്ച്. അപ്പോൾ 9 ഇഞ്ച് നമുക്ക് ഇവിടെ ഇതിന് ലെന്ത് കിട്ടണം. 9 ഇഞ്ച് ഇതിന് ലെന്ത് കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ 2.25 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യണം, തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പം 9ൻ്റെ കൂടെ 2.25 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പം എത്ര ഇഞ്ചായി, 11.25 ഇഞ്ച് നമുക്ക് ഇതിന് ഫുള്ള് ലെന്ത് കിട്ടണം. അപ്പം നമുക്ക് ഇവിടെ ലെന്ത് 11.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം ഇപ്പോൾ 11.25 ഇഞ്ച് നമ്മൾ ലെന്ത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇഞ്ച് ലെന്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 2 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ താഴ് സൈഡ്, നമ്മുടെ സ്കേർട്ടിൻ്റെ താഴ് സൈഡിൽ മടക്കി അടിക്കാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഓക്കെ, ഈ ഒരു സൈഡിൽ നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബെൽറ്റും നമ്മുടെ ഈ ഒരു ഭാഗം കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ആ 1/4 ഇഞ്ച്, അത് രണ്ടുമാണ് നമ്മളിവിടെ തയ്യൽ തുമ്പായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.25 ഇഞ്ചാണ് നമ്മൾ എന്ത് എടുത്തിരിക്കുന്നത്, തയ്യൽ തുമ്പ് എടുത്തത്. നമുക്ക് ബെൽറ്റ് ഇവിടെ നമുക്കിവിടെ ജോയിൻ ചെയ്ത് പിടിപ്പിക്കാനാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു തയ്യൽ തുമ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് അതിനും 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് താഴ് സൈഡ് മടക്കി അടിക്കാനും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ 2.25 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തു. നിങ്ങൾ ഓക്കെ, ഇനി അടുത്ത് എന്താ മാർക്ക് ചെയ്യേണ്ടത്, അടുത്ത് നമുക്ക് ഇതിന് വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. വീതി എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, വീതി വന്നിട്ട് നമുക്ക് 18.5 ഇഞ്ചാണ് നമുക്ക് എന്ത് വേണ്ടത്, ഇതിന് വീതി വേണ്ടത്. അപ്പോൾ 18.5 ഇഞ്ച് നമുക്കിവിടെ വീതി മാർക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ, അപ്പോൾ 19.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ സെയിം അളവ് നമുക്ക് ഇവിടെ കൂടെ മാർക്ക് ചെയ്യാം.
18.5 ഇഞ്ച് നമുക്ക് വീതി വേണം, 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 19.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് വരച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ? അപ്പം നമ്മളിതിനെ ഇങ്ങനെ വരച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ബെൽറ്റിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ബെൽറ്റിന് നമുക്ക് വന്നിട്ട് 6.5 ഇഞ്ചാണ് ബെൽറ്റിൻ്റെ 4/1 നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അപ്പം ബെൽറ്റിനെ 12 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കണം നമ്മൾ ഈ താഴത്തെ ഭാഗം. ഇത് നമ്മൾ ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഇത് നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കണം. ഫുൾ നമ്മൾ 2 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ് ഇടാനാണ് പോകുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റുള്ള ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം? എപ്പോഴും നമ്മുടെ ഹിപ്പ് റൗണ്ടിനെക്കാട്ടിൽ 12 ഇഞ്ച് കൂടുതലായിരിക്കണം. 12 ഇഞ്ച് കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞാൽ ഹിപ്പ് റൗണ്ടിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനേക്കാട്ടിൽ 12 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കണം. എന്തിന്? നിങ്ങൾക്ക് ഈ പ്ലീറ്റ് ഇടാൻ. ഈ നമ്മൾ 2 ഇഞ്ചിൻ്റെ വീതിയിലുള്ള പ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹിപ്പ് റൗണ്ടിനേക്കാട്ടിൽ 12 ഇഞ്ചും കൂടെ കൂടുതൽ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് സെൻറ്ററായി ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പം 2 മടക്കായിട്ട് കിടക്കുമല്ലേ, ഇത് കണ്ടില്ലേ? ഇതുപോലെ ഒരു മടക്കിയിരിക്കുമല്ലേ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മുറിച്ച് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെൻറ്റർ മടക്കിയിട്ട് കട്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നത്. നിങ്ങളതിൻ്റെ തേര് സൈഡ് അനുസരിച്ചിട്ടാണ് മടക്കിയിട്ട് ആ ഒരു സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് അളവെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ 2 സൈഡ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓപ്പണായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനല്ല, നമ്മളിങ്ങനെ മടക്കിയിട്ടിട്ട് ഈ ഒരു സൈഡിൽ നിന്നായിരുന്നു ഞാൻ അളവെടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നത്. അല്ല, നിങ്ങൾ ഇങ്ങനെ മടക്കിയിടുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്നാണോ താഴേക്കാണോ അളവെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടിങ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ 4 പീസായിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ? അപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത് 1/4 ഇഞ്ച് ഇതിൽ ഇങ്ങനെ ഈ ഒരു സൈഡ് ചേർക്കണം. അതുപോലെ തന്നെ 1/4 ഇഞ്ച് ഈ ഒരു സൈഡിൽ ചേർക്കണം. അപ്പോൾ 1/4 ഇഞ്ചും 1/4 ഇഞ്ചും 1/2 ഇഞ്ച് ഇവിടെ ആയി. അത് കഴിഞ്ഞിട്ട് ഇതിനെ എല്ലാം കൂടെ തമ്മിൽ ഇവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ 1/4 ഇഞ്ച് 1/4 ഇഞ്ച് വെച്ചിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ തമ്മിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ 1 ഇഞ്ച് ഇപ്പോൾ ഫുള്ള് ഈ ഒരു സൈഡിൽ 1/4 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ്, അതുപോലെ ഈ സൈഡിലും 1/4 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പായപ്പോൾ 1/2 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് ഈ ഒരു 2 എണ്ണത്തിലായി. ഇതും അതുപോലെ തന്നെ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് 1/4 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലും തയ്യൽ തുമ്പാകുമ്പം 1/2 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആവും. ഇപ്പോൾ ഇവിടെ 1/2 ഇഞ്ചായി, ഇവിടെ 1/2 ഇഞ്ചായപ്പം ഓരോ ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം? പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളിതിനെ എന്ത് ചെയ്യുക? ഈ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഈ അറ്റത്ത് നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളങ്ങ് മാർക്ക് ചെയ്തങ്ങ് വിടുക. 1/4 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ അങ്ങ് മാർക്ക് ചെയ്തു. ഇതാ കണ്ടല്ലേ, ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തു.
4 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇങ്ങനെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഈ 2 ഇഞ്ചിൻ്റെ അവിടെ കൊണ്ടുവന്ന് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അടുത്ത വീണ്ടും 4 ഇഞ്ച് 6 ഇഞ്ച് ഇങ്ങനെ 2 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ ഈ 2 ഇഞ്ചിൽ ഗ്യാപ്പിൽ ഇങ്ങനെ എല്ലാം അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക. കണ്ടില്ലേ? ഇപ്പോൾ ഈ 2 ഇഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ ആ പ്ലീറ്റ് ഇടുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മളിങ്ങനെ 2 ഇഞ്ച് വെച്ചിട്ട് ഈ ഒരു തുണിയെല്ലാം മൊത്തം മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇതിലെല്ലാം ഈ തുണികളിലെല്ലാം നമുക്കിങ്ങനെ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് പോകുന്നതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ആ 4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തേച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ 2 ഇഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്യൽ തുമ്പിട്ട് മാർക്ക് ചെയ്ത് പോവാൻ. കണ്ടില്ലേ? 2 ഇഞ്ച് ഇങ്ങനെ 2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യും. കണ്ടോ? ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു തുണിയെല്ലാം കൂടെ കറക്റ്റായിട്ട് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ കറക്റ്റായിട്ട് ചോക്ക് വെച്ച് വരച്ചിട്ട് ശരിക്ക് കാണത്തില്ല. ഇത് ഈ ഒരു കളറായതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 ഇഞ്ച് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പുണ്ട് താഴ് സൈഡിൽ മടക്കി അടിക്കണം. അപ്പോൾ ആ ഒരു 2 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അത് നമ്മൾ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ തുണിയിലും നമുക്കിങ്ങനെ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ 2 ഇഞ്ചിൻ്റെ താഴ് സൈഡിൽ മടക്കി അടിക്കാനുള്ളത് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തു. ഈ മാർക്ക് ചെയ്തെടുത്ത് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇവിടെ ഒരു തുമ്പ് ഭാഗം ഒരു ചെറുതായിട്ട് ഒരു 4 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിൻ്റെയോ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 ഇഞ്ച് നമ്മൾ വരച്ചേക്കുന്നില്ല, ഈ വരച്ചേക്കുന്നതിലോട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അന്നേരം ഇങ്ങനെ വെച്ച് അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല എളുപ്പം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കാരണം പിന്നെ ഇതിനൊന്ന് പിടിച്ചു കൊടുത്ത് തയ്ച്ച് പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ വെച്ചൊന്ന് അയൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അങ്ങ് ചെയ്യാം. ഇത് ഇപ്പോൾ നല്ല കോട്ടൺ തുണിയാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ അങ്ങ് നല്ലതായിട്ട് അങ്ങ് ഇരുന്നോളും. അല്ല കോട്ടൻ്റെ തുണിയല്ല നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുക്കും. കോട്ടൺ തുണിയാണെങ്കിലും അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഈ താഴ് സൈഡ് ഒന്ന് മടക്കണം കേട്ടോ. ഒരു ചെറിയ മടക്കം, ഒരു 4 ഇഞ്ചിൻ്റെയോ ഒരു 1/2 ഇഞ്ചിൻ്റെയോ ഒരു ചെറിയൊരു മടക്ക് ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ആ കറക്റ്റ് നമ്മൾ 2 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈൻ അനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് മടക്കി ഒന്ന് അയൺ ചെയ്തങ്ങ് വിട്ടാൽ മതി. ഓക്കെ. ഇതൊക്കെ കണ്ടില്ലേ? ഇതുപോലെ അങ്ങ് കറക്റ്റായിട്ട് അന്നേരം അങ്ങ് ഇരുന്നോളും. നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി. അന്നേരം അല്ലാതെ ഇവിടെ ഇങ്ങനെ മടക്കി ഒന്നും എടുക്കാനൊന്നും നിൽക്കേണ്ട, നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള തുണിയിലും കൂടെ കറക്റ്റ് 2 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് മടക്കി ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം.